ഡിസംബർ മാസത്തിലെ 18-ാം നാൾ ഞാൻ ഈ ഒരു കഥ ഒരിക്കൽ പറഞ്ഞപ്പോൾ മെസ്സിയുടെ മാത്രം ഹിസ്റ്ററി ആയിട്ടാണ് ഞാൻ അതിന് വിവരിച്ചത്. പക്ഷേ ഒരിക്കലും ഞാൻ എൻ്റെ തലമുറയോടും ഭാവിയിലേക്ക് ഞാൻ അത് കൈമാറുന്നുണ്ടെങ്കിൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടി പേര് പറയാതെ എനിക്ക് ഈ ഒരു കഥ അവസാനിപ്പിക്കാൻ സാധിക്കില്ല എന്നത് ഉറച്ച വിശ്വാസം തന്നെയായിരുന്നു. എനിക്കറിയാം ഈ ഒരു ദിവസത്തിനും ഈ ഒരു മുഹൂർത്തത്തിനും ഈ ഒരു രാത്രിക്കും രാവിനൊക്കെ ഒരുപാട് മാധുര്യമുണ്ടെന്ന്. പക്ഷേ അതിനേക്കാളേറെ മനോഹാരിതയുണ്ടായിരുന്നു ഇതിൻ്റെ മറുവശത്തിന്. അതെ, അതിൻ്റെ പേരായിരുന്നു കിലിയൻ എംബാപ്പെ എന്ന്. അതെ, 24 വയസ്സ് മാത്രമായിരുന്നു അവന് പ്രായം. അയാൾ 24-ാം വയസ്സിൽ വേൾഡ് കപ്പിൻ്റെ വേദി 2022 ലുസൈലിൻ്റെ മൈതാനത്തിൽ സാക്ഷാൽ ലിയോണൽ മെസ്സിയോട് മുട്ടാൻ ഉറച്ചു നിൽക്കുന്ന സമയത്ത് നമുക്കറിയാം അദ്ദേഹം അതിനു മുമ്പേ ഒരു വേൾഡ് കപ്പിന് അവകാശിയായിരുന്നു. ഒരു വേൾഡ് കപ്പ് വിന്നിംഗ് ഗോൾഡ് മെഡലിന് അവകാശിയായിരുന്നു. അത് വെറുതെ അങ്ങ് നേടിയതൊന്നല്ല കേട്ടോ. അവിടെയുള്ള മികച്ച വമ്പന്മാരെ വിറപ്പിച്ച് അയാളെ പിടിച്ചു കെട്ടാൻ സാധിക്കാത്ത കൊടുങ്കാറ്റായി വീശി അതിൽ പോലും അർജന്റീനയെ തകർത്ത് കളഞ്ഞിട്ടാണ് അദ്ദേഹം ആ വേൾഡ് കപ്പ് നേടുന്നത്. അതേ മനുഷ്യൻ 4 വർഷങ്ങൾക്ക് അപ്പുറം മറ്റൊരു വേൾഡ് കപ്പ് വേദിയുടെ ഫൈനൽ വേദിയിൽ അർജന്റീനയായിട്ട് സാക്ഷാൽ ലയണൽ മെസ്സിയായിട്ട് മുട്ടുകയാണ്. തീർച്ചയായും ഫൈനലുകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയ്ക്ക് സസ്പെൻസും ത്രില്ലറും ഫൈറ്റിംഗ് മെന്റാലിറ്റിയും ഇല്ലെങ്കിൽ ഇത്രയ്ക്കധികം വാശിയും വീറൊക്കെ പകർന്ന ഒരു മത്സരം നമ്മുടെ ഹൃദയത്തിന് തലച്ചോറിലൊക്കെ സൂക്ഷിക്കാനായിട്ട് സമ്മാനിച്ചത് അയാളുടെ അവൻ്റെ അപൂർണതയിലും തളർന്നു പോകാത്ത പോരാട്ട വീര്യം കൊണ്ട് തന്നെയാണ്. എന്തിന് പറയണം, ഒരു ഫൈനലിനെ അതിൻ്റെ വീറും വാശിയും സസ്പെൻസ് കിടകാലത്തിൽ നൽകിയത് എംബാപ്പയുടെ പോരാട്ട വീര്യം തന്നെയായിരുന്നു. എന്തിനേറെ പറയണം, 2 ഗോളുകൾക്ക് ഫ്രാൻസ് പുറകിൽ നിൽക്കുമ്പോൾ വെറും 100 സെക്കൻഡുകൾ കൊണ്ട് തിരിച്ചടിക്കുന്ന ഒരു രംഗമുണ്ട്. ആ സമയത്ത് അർജന്റീന ഗാലറിയും അവരുടെ ഫാൻസിൻ്റെ എക്സ്പ്രഷൻസും മെസ്സിയുടെ എക്സ്പ്രഷൻസും അവരുടെ ഡഗ് ഔട്ടിലെ റിയാക്ഷൻസ് ഒക്കെ കണ്ടാൽ മാത്രം മതി ആ കാലുകൾ അവരെ എത്ര ഭയപ്പെടുത്തിയിട്ടുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട്. തീർച്ചയായിട്ടും 4 ഗോളാണ് എമി മാർട്ടിനസിനെ പോലത്തെ ഒരു വലിയൊരു ഇന്റർനാഷണൽ കീപ്പറുടെ പോസ്റ്റിലേക്ക് ഒരു ദാക്ഷിണം കൂടെ അടിച്ചു കയറ്റിയത്. അതെ, എംബാപ്പെ എന്ന് പറഞ്ഞ ആ ഒരു മനുഷ്യൻ ആ കളിയിലുണ്ടാക്കിയ ഇമ്പാക്ട് ഇതുവരെ ഞാൻ മറ്റൊരു താരത്തിൽ നിന്ന് ഞാൻ അനുഭവിച്ചിട്ടില്ല. തീർച്ചയായും ലയണൽ മെസ്സിയുടെ മാത്രം ഒരു ഹിസ്റ്ററി ആയിട്ട് ഈ ഒരു കഥയെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ സാധിക്കില്ല. നിങ്ങൾ നോക്കുക, അദ്ദേഹത്തിന് ഓൾറെഡി ഒരു വിന്നിംഗ് ഗോൾഡ് മെഡൽ ഉണ്ട്. പിന്നീട് അദ്ദേഹം ഒരു റണ്ണറപ്പിന് മെഡൽ വാങ്ങാണ്. ഒരു വേൾഡ് കപ്പ് ഉണ്ട്, വീണ്ടും ഒരു റണ്ണറപ്പ് വേൾഡ് കപ്പ് മേടിക്കുകയാണ്. അവിടെ ഒരു ഗോൾഡൻ ബൂട്ട് വിൻ ചെയ്യണം. ആർക്കുണ്ട് ഇവിടെ ഒരു ഹാട്രിക് ഫൈനലിൽ? അതും കൂടി അദ്ദേഹം നേടുന്നുണ്ട്. 8 ഗോളുകളായിട്ടാണ് ആ ഫൈനൽ ആ ഒരു വേൾഡ് കപ്പിലെ അവരുടെ ജേണി അവസാനിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഫൈനൽ ശരിക്കും ഫൈനലായതും അവിടെ മുതലായിരുന്നു. ഇവിടെ ഈ ഒരു മരണക്കളിയെ അവസ്മരണീയമാക്കി ഒരു ഫുട്ബോൾ ഏടാക്കി മാറ്റിയത് ഒരിക്കലും മെസ്സി ആയിരുന്നില്ല. അതിൻ്റെ പേര് കിലിയൻ എംബാപ്പെ തന്നെയായിരുന്നു. അതെ, ഒരിക്കലും നിങ്ങൾ അദ്ദേഹത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഇന്നും പല കളിക്കാരും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തോടൊപ്പം പന്ത് തട്ടുന്ന കളിക്കാർ ഞാനാണ് മികച്ചവൻ, എന്നെ പോലെ ആരുമില്ല, ഞാൻ കളിക്കുന്നത് പോലെ ആരും കളിക്കില്ല, അല്ലെങ്കിൽ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു നീരസവും ആരുടെ പ്രശ്നങ്ങളില്ലാതെ ക്ഷമാശീലനായിട്ട് അദ്ദേഹം വീണ്ടും വിരാജിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും എംബാപ്പെ എല്ലാം അവസാനിപ്പിച്ചത്. പക്ഷേ ഒന്നും അവൾ അവസാനിപ്പിക്കാനായിട്ടില്ല. അയാളുടെ ഫോമും അയാളുടെ ഡിസിപ്ലിൻ ലൈഫൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിൽ 2026 ഒരു പക്ഷേ നിങ്ങളുടെ പ്രിയപ്പെട്ട ടീമിനെ നേരിടാനായിട്ട് അദ്ദേഹം ഇപ്പോഴേ അവിടെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. തീർച്ചയായും നമുക്ക് ആ ഒരു ഹിസ്റ്ററിയും കാണാൻ ഭാഗ്യമുണ്ടാകട്ടെ. ഈ ഒരു കഥ എംബാപ്പയുടെ കഥ കൂടി മാത്രമായിട്ടേ നമുക്ക് ഭാവിയിലേക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ സാധിക്കൂ. ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു ഏടായി ഹിസ്റ്ററിയായി അയാൾ എന്നും മെസ്സിയുടെ കണ്ണിലെ കരടായി അവിടെ കിടക്കും, ഉറപ്പാണ്.